ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഹെക്സാഡെസിമൽ നമ്പറിനെ നമുക്ക് എങ്ങനെ ഒക്ടൽ നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യാമെന്നുള്ളതാണ്. .40 എന്ന് പറയുന്ന ഹെക്സാഡെസിമൽ നമ്പർ. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ ഒക്ടലായിട്ട് കൺവേർട്ട് ചെയ്യുന്നു എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഹെക്സാഡെസിമലിൽ തന്നിരിക്കുന്ന ഈ നമ്പറിനെ ആദ്യം തന്നെ ബൈനറി ഈക്വലൻ്റ് ആയിട്ട് എഴുതുക. അതിനുശേഷം ഗ്രൂപ്പിംഗ് നടത്തുക, 3 എലമെൻറ്റ്സിൻ്റെ ഗ്രൂപ്പായിട്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഒക്ടലിലുള്ള നമ്പറായിട്ട് അതിനെ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി 4D, ഡി എന്ന് പറയുന്നത് എന്താണ്? A, B, C, D, അതായത് 10, 11, 12, 13. അപ്പോൾ D എന്ന് പറയുന്നത് നമ്മുടെ 13 അപ്പം 4, 13. ഇത് നമുക്കിനി ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 4നെ എങ്ങനെ കൺവേർട്ട് ചെയ്യാം? 8421 സിസ്റ്റം വെച്ചിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ 4 എന്ന് പറയുന്നത് 0, 1, 0, 0 ആയിരിക്കും. 13 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? 8, 4, 12, 1, 13. അപ്പോൾ 1, 1, 0, 1. ഇനി അതിനുശേഷം നമുക്ക് ഗ്രൂപ്പിംഗ് ചെയ്യാം. ഗ്രൂപ്പിംഗ് ചെയ്യുമ്പോൾ നമ്മൾ 3 എണ്ണത്തിൻ്റെ ഗ്രൂപ്പ്സ് ആയിട്ടാണ് ചെയ്യുന്നത്. റൈറ്റ് സൈഡിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ 3 എണ്ണത്തിൻ്റെ ഗ്രൂപ്പ്സ് ആയിട്ട് എടുത്തു. ഇത് 3ഉം ഇവരെ 3 പേരെ എടുത്തു. അവരെ നമുക്ക് തികയാനുണ്ട്, 0 ആയിട്ട് ആഡ് ചെയ്ത് അതിനെ അങ്ങോട്ട് ഒരു ഗ്രൂപ്പായിട്ട് എടുത്തു. ഇനി 421 എന്ന് പറയുന്ന സിസ്റ്റം വെച്ചിട്ട് നമ്മൾ നെയിമിംഗ് കൊടുക്കുമ്പോൾ ഇതിൻ്റെ നെയിം എന്താണ്? ഇത് 1, ഇത് 1, 4, 1, 5. അപ്പം 4D എന്ന് പറയുന്ന ഹെക്സാഡെസിമൽ നമ്പറിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള ഒക്ടൽ നമ്പർ എന്ന് പറയുന്നത് 115 ആയിരിക്കും. ഞാനൊരു എക്സാമ്പിളും കൂടി എടുത്തു. 4D.B എന്ന് പറയുന്ന ഒരു ഹെക്സാഡെസിമൽ നമ്പർ. അതിനെ നമുക്ക് ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പം ഇവിടെ പറഞ്ഞു 4 നമുക്ക് അതുപോലെ തന്നെ എഴുതാം. ഡിക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള നമ്പർ ഏതാണ്? 13. ബിക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള നമ്പർ എന്താണ്? 11. അപ്പോൾ ഇവിടെ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ ഹെക്സാഡെസിമലിനെ ഫസ്റ്റ് നമ്മൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവാം. എങ്ങനെ കൺവേർട്ട് ചെയ്യാം? 8421 നമ്പർ സിസ്റ്റം വെച്ചിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ 4ന് പകരം എന്ത് വരും? 0, 1, 0, 0. 13ന് പകരം എന്ത് വരും? 8, 4, 12, 1, 13. 1, 1, 0, 1. പോയിന്റ് നമ്മൾ അതുപോലെ തന്നെ ഇട്ടു. 11ന് പകരം എങ്ങനെ എഴുതാം? 8, 2, 10, 1, 11. 1, 0, 1, 1. ഇങ്ങനെ ഇപ്പം നമ്മൾ ഇതിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി അടുത്തായിട്ട് നമുക്ക് ഗ്രൂപ്പിംഗ് ചെയ്യാം. ഗ്രൂപ്പ് ഓഫ് 3 എലമെൻറ്റ്സ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാം. ഗ്രൂപ്പിംഗ് ചെയ്യുന്നത് പോയിൻറ്റിൻ്റെ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഇതേ ഡയറക്ഷനിൽ ഗ്രൂപ്പ് ചെയ്യുക. 3 എലമെൻറ്റ്സിൻ്റെ ഗ്രൂപ്പ്. എക്സ്ട്രാ തികയാതെ വന്നാൽ 0 ആഡ് ചെയ്യുക. ഇനി പോയിൻറ്റിൻ്റെ മറുഭാഗത്തേക്ക് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഗ്രൂപ്പ് ചെയ്യുക. തികയാണ്ട് വരുന്നുണ്ട് 2 0യും കൂടെ ആഡ് ചെയ്ത് ഇതിനെ ഒരു ഗ്രൂപ്പാക്കി. ഇനി 421 സിസ്റ്റം വെച്ചിട്ട് ഇതിൻ്റെ നമ്പർ എന്താണ്? ഇത് 1, ഇത് 1, 4, 1, 5. പോയിൻ്റ് അതുപോലെ തന്നെ ഇട്ടു. ഇതും 4, 1, 5. ഇത് 421 വെച്ചിട്ട് 4 മാത്രം. അപ്പോൾ 4D.B എന്ന് പറയുന്ന നമ്മുടെ ഫുൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? 4D.B എന്ന് പറയുന്ന ഹെക്സാഡെസിമൽ നമ്പറിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒക്ടൽ 115.54 ആണ്.